ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് ശേഷം സംഭവിക്കുവാനായിട്ട് പോകുന്ന ഒരു മഹാസംഭവം, അതാണ് മഹാദൈവത്തിൻ്റെ അത്താഴം. എന്താണ് മഹാദൈവത്തിൻ്റെ അത്താഴം? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പുതിയ നിയമത്തിലെ 5 അത്താഴങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. വെറുതെ അത്താഴത്തിൻ്റെ കാര്യം പറഞ്ഞ് സമയം കളയാനില്ല. ഗൗരവമായ ആത്മീക ചിന്തകൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നിത്യതയുമായി ബന്ധപ്പെട്ട് കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു ദൈവവചന പഠനം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമായി തീരും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിലാണ് മഹാദൈവത്തിൻ്റെ അത്താഴത്തെക്കുറിച്ച് കാണുന്നത്. അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് വേദപുസ്തകത്തിലെ 5 അത്താഴങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഈ പറയുന്ന ഈ മഹാദൈവത്തിൻ്റെ അത്താഴത്തെക്കുറിച്ച് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ദൈവ ദൂതനാണ്. കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു ദൂതൻ സൂര്യനിൽ നിന്നുകൊണ്ട് ആകാശമധ്യേ പറക്കുന്ന പക്ഷികളോടും എല്ലാവരോടും പറയുന്ന മഹാദൈവത്തിൻ്റെ അത്താഴം. എന്തൊക്കെയാണ് 5 അത്താഴങ്ങൾ? ഈ അത്താഴങ്ങൾ ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരത്താഴമാണത്, അല്ലെങ്കിൽ ഒരു കല്യാണ സദ്യയാണത്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ അല്ലത്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് പുതിയ നിയമത്തിൽ 2-3 ഭാഗങ്ങളിലെ റഫറൻസുകൾ ഒന്നിച്ചെടുത്തു വെച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അതൊന്ന് തെളിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യം. ആ വാക്യങ്ങൾ മാത്രം നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ആശയം മനസ്സിലാകത്തില്ല. 2-3 റിലേറ്റഡ് വേഴ്സസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഈ 2 വാക്യങ്ങളൂടെ ചേർത്ത് പഠിക്കുമ്പോൾ വളരെ ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു മകൻ്റെ കല്യാണത്തിന്, പുത്രൻ്റെ കല്യാണത്തിൻ്റെ സദ്യയ്ക്ക് വേണ്ടി ആളുകളെ ക്ഷണിച്ച രാജാവിനോട് സദൃശ്യമാണ്. അപ്പം ആ ഒരു കല്യാണ സദ്യയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവർക്ക് അവരുടെ സാഹചര്യത്തിൽ വരാനായിട്ട് പറ്റിയില്ല. നമുക്കറിയാം, ഒരുത്തൻ പറഞ്ഞു, സമയമായപ്പോൾ പറഞ്ഞു, ഞാനൊരു നിലം കണ്ടുവച്ചിട്ടുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ 5 കാളയെ ശോധന ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു. അങ്ങനെ നിരവധി കാരണങ്ങൾ പറഞ്ഞ് ഈ ഒരു സദ്യയിലേക്ക് വരാതെ അതിൽ നിന്ന് ഒഴിവായി പോയവർ. ഉടനെ രാജാവ് ചെയ്തത് വഴിത്തലയ്ക്കലുള്ള സകല മനുഷ്യരെയും വിളിക്കുന്നു. അവരെല്ലാം ആ വിരുന്നുശാലയിലേക്ക് വരുന്നു. അങ്ങനെ സന്തോഷകരമായ ഒരനുഭവം. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും വളരെ പ്രധാനമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം. വിരുന്നുശാലയിലേക്ക് എല്ലാവരും വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരുത്തനെ കണ്ടു. ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? അവന് ഉത്തരം മുട്ടിപ്പോയി. അവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നു. അപ്പം ഇത് ഒരു വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ശരിക്കും ഇതെന്തിനെക്കുറിച്ചാണ് ഈ ഒരു കാര്യം കർത്താവ് പറഞ്ഞത്? ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ വ്യക്തതയുണ്ട്. നമ്മൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം വൈദ്യനായ ലൂക്കോസ് എഴുതിയതായതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വ്യക്തതയുണ്ട്. കാരണം അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും ഓരോ നിലവാരത്തിലാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ വ്യക്തമായി ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധത്തിലാണ്. കാരണം ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുന്ന ആ ഒരു പശ്ചാത്തലം, അങ്ങനെയാണ് നമ്മളവിടെ കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ് ദൈവരാജ്യത്തിലെ പന്തിയെക്കുറിച്ച് പറയുന്നത്. അപ്പം ഈ പന്തിയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ കാര്യം ഇവിടെ കാണുന്നത്. അതിൻ്റെ അർത്ഥം ക്ഷണിക്കപ്പെട്ടവർക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു.
അതിന് ധാരാളം വാക്യങ്ങൾ വ്യത്യസ്ത തലത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് അത് ശരിയെന്ന് തോന്നുന്ന മറ്റുള്ള ദൈവവചന ഭാഗങ്ങളോട് ചേർന്ന് പോകുന്ന നിലയിലുള്ള ഒരു വ്യാഖ്യാനം എന്നുള്ള നിലയിൽ അതിനെ ഒന്ന് കൊണ്ടുവരുമ്പോൾ, യഹൂദന്മാരാണ് സത്യത്തിൽ ക്ഷണിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ അരികിലേക്കാണ്. കാരണം ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് കാണാതെ പോയ ആടുകളുടെ അരികിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ, സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യഹൂദന്മാർ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാതെ തട്ടിക്കളഞ്ഞപ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ ഒരു മുൻനിർണയമായും യഹൂദന്മാർ മാത്രമല്ല, ജാതികൾ, വഴിത്തലക്കിലുള്ളവർ അവരെല്ലാം ഈ ഒരു വിരുന്നുശാലയിലേക്ക് വരണം എന്നുള്ളത്. അപ്പം ചിലരൊരു വ്യാഖ്യാനം, ഇതിൻ്റെ അകത്തെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ജാതികൾക്ക് രക്ഷ വന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു മുൻനിർണയമായിരുന്നു. ഭൂമിയിലെ സകല ജാതികളും അബ്രഹാമിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നൊക്കെയുള്ള അനുഗ്രഹങ്ങൾ അബ്രഹാമിന് നൽകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത്, തിരുഹൃദയത്തിൻ്റെ അകത്തെ ഒരു പ്ലാനായിരുന്നു സകല മാനവജാതിയും ആ രക്ഷയെ കാണണമെന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 13-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതായത് അന്നാളിൽ, അവസാനത്തെ നാളിൽ, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ആ വിരുന്നുശാലയിലേക്ക് വരുന്ന ആ ഒരു ദിവസം കുറേ പേര് വന്നിട്ട് പറയും, ഞങ്ങളുടെ തെരുവുകളിൽ അവിടുന്ന് പ്രസംഗിച്ചു, തിന്നു, കുടിച്ചു, അതെല്ലാം ഞങ്ങളുടെ തെരുവുകളിൽ അവിടുന്ന് ചെയ്തല്ലോ. അപ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോവുക. അപ്പോൾ ആർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റും? അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇടുക്കുവാതിലിലൂടെ അകത്ത് കയറുവാൻ പോരാടുവീൻ, പരിശ്രമിക്കുവീൻ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്രയും എളുപ്പമുള്ളൊരു കാര്യമല്ല ഇന്ന്. കാരണം എങ്ങനെയും ജീവിക്കുന്നതല്ല, വെറുതെ ദൈവവചനം കേട്ടു പോകുന്നതല്ല, ഏതെങ്കിലും പ്രാർത്ഥനകളിൽ സംബന്ധിക്കുന്നതല്ല, ദൈവദാസന്മാരുടെ പ്രസംഗത്തിൽ താല്പര്യവും ഇഷ്ടം തോന്നി കുറേ സമയങ്ങൾ പ്രസംഗം കേട്ടതുകൊണ്ട് മാത്രമുള്ളതല്ല. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് രക്ഷയുടെ, നീതിയുടെ വസ്ത്രം നമ്മൾ ധരിക്കണം. ഞങ്ങളുടെ തെരുക്കളിൽ ഞങ്ങൾ പഠിപ്പിച്ചല്ലോ, ഞങ്ങളുടെ തെരുക്കളിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തല്ലോ, ഞങ്ങൾക്കതെല്ലാം അറിയാമല്ലോ. അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോവുകയും. അപ്പം അവർ പറയുകയാ, അയ്യോ അങ്ങനെയാണെങ്കിൽ ഇനി ആര് കാണും അവിടെ ഇത്ര ബുദ്ധിമുട്ടേറിയെടുത്ത്? അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. അതിൻ്റെ അർത്ഥം നോക്കിക്കേ, നമ്മളിൽ പലരും, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ലോകത്തിൻ്റെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇരിക്കുന്നവരാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് നോക്കുമ്പം നമുക്കറിയാം, ആഫ്രിക്കയിൽ നിന്നും, ഓസ്ട്രേലിയ, അമേരിക്ക, ഇന്ത്യ, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ആളുകളുണ്ട്. നോക്കിക്കേ, കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും അനേകർ വന്ന് പന്തിയിലിരിക്കും. ഇന്ത്യയുടെ, കേരളത്തിൻ്റെ ഒരു മൂലയിലിരിക്കുന്ന ഈ പറയുന്ന ഞാനും മറ്റു സ്ഥലങ്ങളിലിരിക്കുന്ന നിങ്ങളുമെല്ലാം ഈ ദൈവരാജ്യത്തിൻ്റെ പന്തിയിലേക്ക് വരുവാൻ തക്കവണ്ണം സുവിശേഷം കാരണമായി തീർന്നു. കാരണം കിഴക്കുനിന്നും പടിഞ്ഞാറു നിന്നും ഒക്കെ ഉള്ളവരെയെല്ലാം ഈ പന്തിയിലേക്ക് എത്തിക്കുന്നത് ദൈവരാജ്യമാണ്, സുവിശേഷമാണ്, സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ്. അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ടവർ പലരും അതിനെ തിരസ്കരിച്ചപ്പോൾ അത് ജാതികളിലേക്ക്, മറ്റുള്ളവരിലേക്ക് എത്തി. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ യഹൂദന്മാരുടെ സിനഗോഗുകളിൽ പോയി ഒക്കെ പ്രസംഗിച്ചപ്പോഴും അവർ തള്ളിക്കളഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ നാശത്തിന് നിങ്ങളാണ് ഉത്തരവാദി, ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുകയാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ തള്ളിക്കളഞ്ഞാലോ ഉപേക്ഷിച്ചാലോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല, അടുത്തടത്തേക്ക് ഇത് പോകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് രക്ഷയുടെ അത്താഴം എന്ന് പറയുന്ന ഒന്നാമത്തെ അത്താഴം.
നമ്മൾ മഹാദൈവത്തിൻ്റെ അത്താഴത്തിലേക്ക് പോയില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പോകും. ഞാൻ ഈ പറഞ്ഞ വേദഭാഗങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് ബൈബിൾ എടുത്ത് നിങ്ങളൊന്ന് വായിക്കുക. ഇത് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇതിനോട് തന്നെ ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ലവോദിക്ക സഭയോടുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ ആലോചനകളാണ്. നമുക്കറിയാം ഏഷ്യ മൈനറിലെ 7 സഭകൾ, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയദൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഇങ്ങനെ പോകുന്ന ആ 7 സഭകളിലെ ഏറ്റവും ഒടുവിലത്തെ സഭയാണ് ലവോദിക്ക ചർച്ച്. സമ്പന്നമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് അതിൻ്റെ പുറത്തു പോയി. അവരോട് പറയുകയാണ്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ, അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. കൊയിനോനിയ ഫെലോഷിപ്പ് എന്നുള്ളതാണ്. അവിടെയും നമുക്കൊരു അത്താഴം കാണാനായിട്ട് പറ്റും. കെട്ടിടമുണ്ടാകാം, ആരാധനയുണ്ടാകാം, മുടങ്ങാതെ എല്ലാം നടക്കുന്നുണ്ടാകാം. പക്ഷേ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ ആരാധനാലയങ്ങളിലോ ഇല്ലെങ്കിൽ അത് അപകടകരമാണ്. ക്രിസ്തുവിനോടുള്ള ഈ ഒരു കൂട്ടായ്മ ബന്ധം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാനായിട്ടുള്ള സമയമാണ്. അതിനുള്ള സാധ്യതകളുണ്ട്, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് രക്ഷയുടെ അത്താഴം. രണ്ടാമത്തെ അത്താഴം എന്ന് പറയുന്നത് ലവ് ഫീസ്റ്റായിരുന്നു, സ്നേഹസദ്യകൾ, അഗാപ്പെ ഫീസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണത്? നമ്മൾ ഈ കൊരിന്ത്യ ലേഖനത്തിലേക്കും അപ്പോസ്തല പ്രവൃത്തികളിലേക്കുമൊക്കെ വായിക്കുമ്പോൾ അവിടെ തിരുവത്താഴം യൂക്യാരിസ്റ്റ് അല്ലാത്ത ഒരു സ്നേഹസദ്യകൾ നിലവിലിരുന്നു. ഈ സ്നേഹസദ്യകളെയൊക്കെ അപ്പോസ്തലനായ പൗലോസൊക്കെ വിമർശിച്ചിട്ടുണ്ട്. എൻ്റെ കാരണം എന്താണെന്ന് പറയാം. അന്ന് അവർ ഒരുമിച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇവർ ഭക്ഷണം കൊണ്ടുവരികയും ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നും പ്രാർത്ഥനകൾ കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ വിളിച്ചൊരു സദ്യ കൊടുക്കുന്നത് പോലെ 1-ാം നൂറ്റാണ്ടിലെ ആരാധനാ കൂട്ടായ്മകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു ലവ് ഫീസ്റ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അഗാപ്പെ ഫീസ്റ്റ്, സ്നേഹസദ്യ. എല്ലാവരും അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ടുവരും, ഒന്നിച്ചിരിക്കും, അവർ ഭക്ഷണം കഴിക്കും, അവർ സന്തോഷിക്കും, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ചില സ്ഥലങ്ങളിൽ അപ്പം നുറുക്കൽ എന്നുള്ളത് തന്നെയാണ്. അത് പല സമയങ്ങളിലും തെറ്റായ ധാരണകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹസദ്യയുടെ പിന്നിലെ ഉദ്ദേശം നഷ്ടപ്പെട്ടു പോയി. അതായത് കുറച്ച് കഴിഞ്ഞപ്പം സമ്പന്നന്മാരെല്ലാം കൂടെ വന്നിരുന്ന് അവർക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങി. ദരിദ്രന്മാർ വന്നിരുന്ന് വിശന്നിട്ട് പോകാൻ തുടങ്ങി. ഒരു ഭയങ്കര വേർതിരിവിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായ താക്കീത് തന്നു. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങളുടെ വീടില്ലേ? അതിന് നിങ്ങളിവിടെ കൊണ്ടുവരുന്ന എന്തിനാണ്? 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ചിലർ വിശന്നിരിക്കുന്നു, ചിലർ വയറ് നിറയുന്നു. നോർത്തു നോക്കിക്കേ, ഒരു ദുഃഖകരമായ കാര്യമാണ്. എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ കള്ള ഉപദേഷ്ടാക്കന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ പിന്നീടുള്ള ആ ആദിമ സഭയിലേക്ക് നമ്മൾ വരുമ്പോൾ കള്ള ഉപദേഷ്ടാക്കന്മാർ അവർ വ്യാജഭാവത്തോടുകൂടെ കൂട്ടായ്മകളിൽ വന്ന് ഭക്ഷണം കഴിച്ച് ആളുകളെ കൈവശമാക്കുവാനായിട്ട് ശ്രമിച്ചു. അതിനെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നും ഒരാൾ പറഞ്ഞതിൻ്റെ തൊട്ട് ആരെങ്കിലും വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ ഫുഡ് മേടിച്ച് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഫുഡ്, ആഹാരത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരാളെ നമ്മുടെ പക്ഷത്താക്കണമെങ്കിൽ അവർക്ക് ആഹാരം മേടിച്ചു കൊടുത്ത് നമ്മുടെ കാര്യം സാധിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആരും ചെയ്യണമെന്നൊന്നുമല്ല പറഞ്ഞത്. ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം പോലും നഷ്ടപ്പെട്ടു പോയത് ആഹാരത്തിലാണ്, ഇല്ലേ? പോട്ടെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. 3-ാമത്തേത് തിരുവത്താഴമാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ മേശ എന്ന് പറയുന്ന ഒരു കാര്യം. അതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. ദൈവത്തിന് സ്തോത്രം. അതായത് അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തെ പ്രതിനിധീകരിക്കുന്നു, വീഞ്ഞ് യേശുവിൻ്റെ രക്തത്തെ പ്രതിനിധീകരിക്കുന്നു. കർത്താവ് വരുവോളം നമ്മൾ ചെയ്യുവാനായിട്ടുള്ള ആ ഒരു ശുശ്രൂഷ, ആ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ നമ്മൾ ഓർക്കുന്നു. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ക്രിസ്തുവിനെ നമ്മൾ ധ്യാനിക്കുന്നു, അതിൽ പങ്കാളികളാകുന്നു.
രണ്ട്, അത് വി ഡിക്ലെയർ ദി ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അത് അടുത്തത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ വരുവോളം ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവിനെ നമ്മൾ ഓർക്കുന്നു, ധ്യാനിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ യൂക്യാരിസ്റ്റ് എന്ന് പറയുന്നത്. യൂക്യാരിസ്റ്റ്. ഓക്കെ, അപ്പം അതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തേത് അതാണ്. നാലാമത്തേതാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ. എന്താണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ? നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അടുത്തത്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ലഭിച്ചിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. എന്താണ് സത്യത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ എന്ന് പറയുന്നത്? നമ്മൾ ഈ സദ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇങ്ങനെ മേശയെല്ലാം ഇട്ട് പിന്നെ തുണിയെല്ലാം വിരിച്ച് മനോഹരമായി ഒരുക്കിയ ആഹാരം കഴിക്കലാണെന്ന് വിചാരിക്കരുത്. കൂട്ടായ്മയാണ് ഇത് കാണിക്കുന്നത്. അതായത് ആദ്യത്തെ 2 സദ്യകളിൽ പങ്കെടുക്കുന്നവരാണ് മൂന്നാമത്തെ സദ്യയിൽ പങ്കെടുക്കുന്നത്. അതായത് രക്ഷയുടെ അത്താഴവും തിരുവത്താഴത്തിലും പങ്കാളികളായി കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിത വിശുദ്ധിയും നിർമ്മലതയും കാത്തു സൂക്ഷിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ആ ഒരു രക്ഷയെ തള്ളിക്കളയാതെ നിർമ്മലതയോടെ പരിശുദ്ധാത്മ നിറവിൽ, പരിശുദ്ധാത്മാഭിഷേകത്തിൽ ആത്മനിറവോടുകൂടെ ജീവിച്ച് പ്രത്യാശയോടെ ജീവിക്കുന്ന തൻ്റെ മക്കൾ, ദൈവത്തിന് വേർപാടിലും വിശുദ്ധിയിലുമൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവഭക്തന്മാർ, അവർക്കുള്ളതാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ. ഈ ആദ്യത്തെ 2 സദ്യകളിൽ പങ്കെടുക്കാത്തവർക്ക് ഒരിക്കലും ആ സദ്യയിൽ പങ്കെടുക്കാൻ പറ്റില്ല. വിരുദ്ധശാലയിലേക്ക് കല്യാണ വസ്ത്രമില്ലാതെ വന്നു. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഞാൻ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് വളരെ അപകടകരമായൊരു കാര്യമാണ്. ഒത്തിരി പേരെ ക്ഷണിച്ചു, ക്ഷണിക്കപ്പെട്ട പലർക്കും വരാൻ പറ്റിയില്ല. വന്നു കയറിയവനിൽ വസ്ത്രമില്ലാത്തവനുണ്ടായിരുന്നു. അടുത്തത്, ഇടുക്കുവാതിലൂടെ അകത്ത് കയറുവാൻ പോരാടുവീൻ, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എത്ര ഗൗരവമായി ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ കണക്കാക്കണം എന്നുള്ള ഒരു കാര്യമാണ്. ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ഒന്നും കൂടെ നമുക്ക് ചേർന്നിരിക്കാം. നമ്മുടെ വസ്ത്രങ്ങൾ കളങ്കം പറ്റാതെ, നമ്മുടെ അങ്കി കളങ്കം പറ്റാതെ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ പങ്കുള്ളവരാകാം. ഈ കൂട്ടായ്മ ഉള്ളവർക്കുള്ളതാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ അതുതന്നെയാണ്. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ മഹാദൈവത്തിൻ്റെ അത്താഴം, അതാണ് നമ്മൾ വായിച്ചത്. വളരെ പെട്ടെന്ന് അതിലേക്ക് പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മഹാദൈവത്തിൻ്റെ അത്താഴത്തെക്കുറിച്ച് ഇവിടെ പ്രഖ്യാപനം നടത്തുന്നത് ശക്തനായൊരു ദൂതനാണ്. ആ ദൂതൻ സൂര്യനിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്നത് ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പക്ഷികളോട് പറയുകയാണ്, രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരപ്പുറത്തിരിക്കുന്നവരുടെ മാംസവും ചെറിയവരുടെയും വലിയവരുടെയും എല്ലാം മാംസം തിന്നുവാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നു കൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതൊരു ഡിക്ലറേഷനാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? കർത്താവിൻ്റെ വരവിന് ശേഷം 2 അത്താഴമേ ഉള്ളൂ. ഒന്നുകിൽ യേശു ക്രിസ്തുവിനോടുകൂടെയുള്ള കൂട്ടായ്മ, ഇല്ലെങ്കിൽ ന്യായവിധിയുടെ മഹാദൈവത്തിൻ്റെ അത്താഴം. ഏത് അത്താഴത്തിൽ പങ്കാളികളാകാമെന്ന് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. മരണത്തിനപ്പുറം ഒന്നും തീരുമാനിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. ബൈബിൾ അങ്ങനെ ഒരു കാര്യമേ അനുവദിക്കുന്നില്ല. മരണാനന്തര രക്ഷ എന്ന് പറയുന്നൊരു കാര്യം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ. ഇവിടെ എങ്ങനെയും ജീവിച്ച്, പണ്ട് ഒരു സൺഡേ സ്കൂളിൽ ഒരു കുട്ടിയോട് ചോദിച്ചു, ധനവാനാകണോ ലാസറിനെ പോലെ ആകണോ? അപ്പോൾ ബിരുദനായ ഒട്ടുമിക്ക കുട്ടികളും പറഞ്ഞു, കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണം. അതിൽ ബിരുദനായ ഒരു കുട്ടി പറഞ്ഞെന്നാണ് പറയുന്നത്, എനിക്ക് ഭൂമിയിൽ ധനവാനെ പോലെയും സ്വർഗത്തിൽ
ലാസറിനെ പോലെയും ജീവിക്കണം. എങ്ങനെയുണ്ട്? ആൾക്കാരും അങ്ങനെ ആഗ്രഹിക്കുന്നേ. ഭൂമിയിൽ ധനവാനെ പോലെയും സ്വർഗത്തിൽ ലാസറിനെ പോലെയും ജീവിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വില കൊടുത്ത് ജീവിക്കാനുള്ളതാണ്. പലതും ഉപേക്ഷിക്കേണ്ടി വരും. പല സന്തോഷവും വേണ്ട എന്ന് വെക്കേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കുക. 2 അത്താഴമേ ഉള്ളൂ. ഒന്നുകിൽ ന്യായവിധിയുടെ മഹാദൈവത്തിൻ്റെ അത്താഴം. ആരാണതിൽ പങ്കാളികളാകുന്നത്? ദൈവരാജ്യത്തിനെതിരെ, യേശുക്രിസ്തുവിനെതിരെ 7 വർഷത്തെ ആ ഒരു പീഡന കാലയളവിൽ നമ്മൾ കാണുന്നത് എതിർ ക്രിസ്തുവിൻ്റെ സൈന്യം, എതിർ ക്രിസ്തുവിനുള്ളവർ, ദൈവരാജ്യത്തിനെതിരെ നിന്നവർ, ഭൂമിയിലെ സംവിധാനങ്ങൾ, സിസ്റ്റം. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാം. മൃഗത്തിൻ്റെ മുദ്ര, കള്ളപ്രവാചകൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവർ, ദൈവരാജ്യത്തിനെതിരെ നിൽക്കുന്നവർ, യേശുവിനെ തള്ളിക്കളഞ്ഞവർ, രക്ഷയെ തള്ളിക്കളഞ്ഞവർ, ഇവർക്കെല്ലാം വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മഹാദൈവത്തിൻ്റെ അത്താഴം എന്ന് പറയുന്നത് ന്യായവിധിയുടെ അത്താഴമാണ്. പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഉണ്ട്. പ്രവാചകനായ യെഹെസ്കേൽ 39-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ മഹാദൈവത്തിൻ്റെ അത്താഴത്തെക്കുറിച്ച് അവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമ, പുതിയ നിയമ ഭക്തന്മാരെല്ലാവരും ഒന്നിച്ച് പറഞ്ഞൊരു ദിവസമാണ് മഹാദൈവത്തിൻ്റെ അത്താഴം. ആ അത്താഴം ദൈവമക്കൾക്കുള്ളതല്ല, പ്രത്യാശയിൽ ജീവിക്കുന്നവർക്കുള്ളതല്ല. അവർക്ക് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെയാണ് അവർ വസിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം ഏതിലേക്ക് പോകണം. എൻ്റെ ഈ ചെറിയ ദൈവവചന പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ രക്ഷ ഇന്ന് തന്നെ ഉറപ്പാക്കുക. എവിടെയെങ്കിലും നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ടോ, എവിടെയെങ്കിലും പോയി വിടുതലുകൾ അനുഭവിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. കയറാൻ പറ്റണമെങ്കിൽ ദൈവകൽപ്പനകൾ ഒരെണ്ണം പോലും വിട്ടുകളയാതെ നമ്മൾ അനുസരിക്കുന്നവരായി മാറണം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇരിക്കും, ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചല്ലോ, ഞങ്ങളുടെ കൂടെ തിന്നല്ലോ, നിങ്ങളെ എനിക്ക് അറിയത്തുപോലും ഇല്ല എന്ന് പറയും. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വെറും കേൾവിയല്ല, ഇതൊരു അനുസരണത്തിൻ്റെ ജീവിതമാണ്. എൻ്റെ അടുക്കൽ വരുന്നവന് അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ തന്നെ ത്യജിക്കാത്തവന് എൻ്റെ ശിഷ്യനാകുവാൻ കഴിയില്ല. മനുഷ്യരെ നോക്കി നമ്മൾ മുമ്പോട്ട് പോയാൽ, സമൂഹത്തെ നോക്കി നമ്മൾ മുമ്പോട്ട് പോയാൽ ഒരിക്കലും ഒരു ദൈവ പൈതലായി ജീവിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടട്ടെ, സംസാരിക്കട്ടെ. ഈ ദൈവവചന പഠന ക്ലാസ്, വെളിപ്പാടിൻ്റെ പഠന ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയോട് അടുത്ത് വരികയാണ്. അങ്ങയുടെ വചനമനുസരിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ജീവിച്ചിരിക്കുമ്പോൾ അങ്ങുമായിട്ടുള്ള ഒരാഴമായ ബന്ധത്തിൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആഴമായ ഒരു വിശുദ്ധ ജീവിതത്തിലേക്കും ദൈവകൃപയിലേക്കും ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി തീർക്കണമേ. ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അവരുടെ കാര്യങ്ങളിൽ എല്ലാത്തിലും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.